അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഏറ്റവും സ്നേഹവും ഇഷ്ടവുമുള്ള മക്കളെ, MSMൻ്റെ സ്റ്റുഡൻസ് വിങ്ങിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഈ ഹൈസക്ക് സംഘടിപ്പിക്കുന്ന MSMൻ്റെ സഹപ്രവർത്തകന്മാരെ, പൂർണ്ണമായ പിന്തുണയും സഹായവും നൽകുന്ന KNMൻ്റെയും ISMൻ്റെയും MGMൻ്റെയും ഉള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കുറഞ്ഞൊരു സമയം നിങ്ങളുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ, ഈ ഹൈസക്ക് നിങ്ങൾ വന്ന ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എടുക്കേണ്ട ഒരു 2-3-4 തീരുമാനങ്ങൾ മാത്രം ചുരുങ്ങിയ സമയം കൊണ്ട് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും സമയം കഴിവിൻ്റെ പരമാവധി ശ്രദ്ധയോടെ, പരസ്പരം സംസാരിക്കാതെ, ഫോണുകളിൽ നോക്കാതെ ഇരിക്കുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എൻ്റെ ഒരു ജൂനിയറായി പഠിച്ചൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവന് ഉപ്പല്ലായിരുന്നു. ഉമ്മ, അമ്മാവൻ, അവന് താഴെ 2 പെങ്ങന്മാരുമായിരുന്നു ഉണ്ടായിരുന്നു. ഒരു ഉപ്പല്ലാത്ത വീട്ടിൽ ഏക ആൺകുട്ടിയായി വളരുന്ന അവനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ആ വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അവനുണ്ടാവും. അവന് മദ്രസ രാവിലെ പോകും, പിന്നീട് കോളേജിലാണ് ജൂനിയറായിട്ടാണ് പഠിച്ചിരുന്നത്. അവൻ മദ്രസയിലേക്ക് ഒരു തവണ പോകുന്നതിനിടയിൽ ബൈക്കിലാണ് പോയത്. ബൈക്ക് തെന്നി എതിർദിശയിൽ നിന്ന് വന്ന ഒരു ലോറിയുടെ അടിയിലേക്ക് ചെന്നുപെട്ടു, മരണപ്പെട്ടു പോയി. 19-20 വയസ്സാണ് ഏകദേശം ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു, അനിയനെ പോലെ കരുതുന്നൊരു കുട്ടിയായിരുന്നു. അതിനേക്കാൾ എനിക്ക് ഉണ്ടായിരുന്നു അവൻ്റെ അമ്മാവനും അവൻ്റെ കുടുംബത്തോടും നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവൻ്റെ കുടുംബക്കാരോട് ഞാൻ, പ്രത്യേകിച്ച് അമ്മാവനോട് ഞാൻ, എന്താണ് നിലവിലുള്ള വീട്ടിലെ അവസ്ഥ, ഉമ്മാൻ്റെ അവസ്ഥ എന്താണ്, വാപ്പോ ഓൾറെഡി ഇല്ല, ഏക ആൺകുട്ടി മരിച്ചും ചെയ്തു, അത് അപകടത്തിൽ മരിച്ചും ചെയ്തു, എന്താണ് വീട്ടിലവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടി ഞാൻ എൻ്റെ മക്കളോട് പറയാം. എന്തിനാണ് നമ്മൾ ഹൈസക്കിന് വന്നത്? ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ വന്ന പോലെ ആവുകയേ ചെയ്യരുത്, നല്ലൊരു നീയത്തിൽ വേണം ഇരിക്കാൻ എന്ന് പറയാനാണ് ആ അമ്മാവൻ പറഞ്ഞ വാചകം. പക്ഷേ ഏതൊരു വീട്ടിലും ഈ പ്രായത്തിലൊരു കുട്ടി മരിച്ചാലുണ്ടാണ് സങ്കടം ആ വീട്ടിലുണ്ട്. പ്രത്യേകിച്ച് വാപ്പല്ലാത്ത കുടുംബത്തിലെ ഏക ആൺകുട്ടി മരിച്ചാലുള്ള സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങൾക്കുള്ളൊരു സന്തോഷം എന്താ വെച്ചാൽ, അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്, ഞങ്ങൾ അയലോക്കക്കാർക്ക് സന്തോഷമാണ്, ഈ മഹല്ലത്ത് എല്ലാവർക്കും സന്തോഷമാണ്. കാരണം അവൻ എല്ലാ നല്ല കാര്യത്തിനുണ്ടാവും. ആ നാട്ടിൽ കുറേ മോശപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ അവനെ വിളിക്കുമ്പോഴും ഞാൻ അതിനില്ല എന്ന് പറഞ്ഞ് മാറിക്കണ കുട്ടിയായിരുന്നു. അവസാനം പറഞ്ഞ വാക്കിനെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ആ വാചകം എന്താ അറിയും? അവൻ മദ്രസയിൽ നിന്ന് അന്ന് ശമ്പളമായിട്ട് 2500-3000 റുപ്യാണ് കിട്ടണത്. അവൻ അതിൽ നിന്നൊരു 800-700 രൂപ എടുത്ത് വെച്ചിട്ട് അവൻ്റെ കാര്യത്തിന് ഉപയോഗിച്ച് ബാക്കി പൈസ അവൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മ ഇതൊരു 60,000, ഒരു 65,000 രൂപ എന്നാണോ ആകണത് അന്ന് നിങ്ങൾ എന്നോട് പറയണം, എനിക്ക് ആ പൈസ കൊണ്ട് ഉംറക്ക് പോകാനാണ്. അന്ന് ആ പൈസ മതിയായിരുന്നു. 10-65,000 റുപ്യമ്മ എന്നാണോ ആകണത് ആ പൈസ കൊണ്ട് എനിക്ക് ഉംറക്ക് പോകാമായിരുന്നു. അവന് ശമ്പളമായി കിട്ടുന്നതിൽ നിന്നും അവൻ്റെ കുടുംബക്കാരവന് കൊടുക്കുന്നതിൽ നിന്നുമൊക്കെയായി അവൻ മരിക്കാൻ നേരത്ത് 10-30,000 റുപ്യ ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ മരണപ്പെട്ടു പോണ്. മോൻ പറഞ്ഞു, ഞങ്ങൾ ആ പൈസ ഉടനെ പാവപ്പെട്ട കുറേ സാധുക്കളായ കുടുംബക്കാർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചു. ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കാട്ടെ, ഇവിടെ ഇരിക്കണം എൻ്റെ MSMൻ്റെ എൻ്റെ മക്കളായിട്ട് കരുതി ഞാൻ ചോദിക്കാൻ, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്കിടയിൽ ആ ഒരു കുട്ടിയുടെ മരണം, എത്രയോ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷെ ആ കുട്ടിയുടെ മരണം ഒരു ജില്ലാ ഹൈസക്കിൽ പറഞ്ഞ് അവനെപ്പോലെ നമ്മളാകണം എന്ന് പറയാനുള്ള കാരണം എന്താണ്?
അതിന് കാരണം, ഒറ്റ കാരണമുള്ളൂ. അവൻ അള്ളാഹുവിന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന ബോധ്യത്തിൽ ജീവിച്ച കുട്ടിയാണ്. ഞാൻ അള്ളാഹിനെ കണ്ടുമുട്ടും എന്ന ബോധ്യത്തിൽ ജീവിച്ച കുട്ടിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ നാട് നിലമ്പൂരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത് ഡ്യൂക്ക് ബൈക്കിൽ 17 വയസ്സുള്ളൊരു കുട്ടി കുറച്ച് മുമ്പ്, അല്പം മുമ്പ് ഡ്യൂക്ക് ബൈക്കിൽ പോകുന്നതിനിടയിൽ ഒരു കുഴിയിൽ വീണ് അവിടെ നിന്ന് തെന്നി മരത്തിൽ പോയി തലയിടിച്ച് ബൈക്ക് തകർന്നു മരിച്ചു. അവൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, കുറച്ചപ്പുറത്താണ്, മരണവുമായി ബന്ധപ്പെട്ട് ആളുകളോട് സംസാരിച്ചപ്പം ഒരാൾക്ക് പോലും മരിച്ച ഒരാളെക്കുറിച്ച് മോശം പറയരുതല്ലോ മൗലവി എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ആർക്കും നിസ്കരിക്കാൻ താല്പര്യമില്ല. ആർക്കും, പ്രത്യേകിച്ച് ഒരു അപകട മരണം പോലും നടന്നിട്ട് ഒരു നമസ്കരിക്കാനുള്ളൊരു ആവേശമോ പ്രാർത്ഥിക്കാനുള്ളൊരു കൊതിയോ ആ പരിസരത്തുള്ള ആൾക്കാരിലില്ല. എന്താണെന്ന് അന്വേഷിക്കുമ്പം അവർ പറയണ വാക്ക്, ഈ നാട്ടിലെല്ലാ തോന്നിയാസത്തിലും അവനുണ്ടായിരുന്നു. വാപ്പ പറഞ്ഞാൽ കേൾക്കൂല, ദീന് പറഞ്ഞാലും കേൾക്കൂല, എല്ലാത്തിനും തർക്കുത്തരം പറഞ്ഞ് ജീവിക്കുകയായിരുന്നു. അള്ളാഹു ആ കുട്ടിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നല്ലേ ആകുള്ളൂ. നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ ഒന്നേ ആകുള്ളൂ. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മളൊരു ദിവസം ക്യാമ്പസിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടയിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വാഹന അപകടം പറ്റിയാൽ നമ്മളെ വീട്ടിൽ ബാത്റൂമിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാല് വഴുതി ടൈലിൽ പോയി തലയടിച്ച് നമ്മൾ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ, നമ്മളൊരു കല്യാണ വീട്ടിലെത്തി അവിടെ ഏതെങ്കിലും നമ്മുടെ ഷാള് ഏതെങ്കിലും ഒരു ഫാനിൻ്റെ ഉള്ളിൻ്റെ ലീഫിൽ കുടുങ്ങി നമ്മൾ മരണപ്പെട്ടു പോയാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തരിമൂക്കിലേക്ക് കയറി തുമ്മി ശ്വാസം മുട്ടി നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പോയാൽ, നമ്മൾ കളിക്കുന്ന കളിക്കിടയിൽ മറ്റൊരാൾ ഷോൾഡർ കൊണ്ട് തള്ളി പോസ്റ്റിൽ പോയി തലയിടിച്ച് നമ്മൾ ഈ ദുനിയാവെന്ന് പോയാൽ, രണ്ടിലൊന്നേ നമുക്കുണ്ടാകുള്ളൂ. ഒന്നുകിൽ നമ്മൾക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കും, നമ്മളുടെ സ്വർഗത്തിന് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് ശുപാർശ പറയും, നമ്മളെ കഫം പുടവ കൊണ്ട് പൊതിഞ്ഞ് സുഗന്ധം പൂശി മലക്കുകൾ മുകളിലേക്ക് കൊണ്ടുപോകും. രണ്ടാമത്തേതോ, ആളുകൾ അറപ്പോടുകൂടി നിൽക്കും, മലക്കുകൾ മൂക്ക് പൊത്തി നിൽക്കും. എന്നിട്ട് ദുരന്തപൂർണമായ നമ്മുടെ ആത്മാവിനെ, അങ്ങേയറ്റം മാലിന്യത്തോടുകൂടി ദുർഗന്ധം വമിക്കുന്ന ആത്മാവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്ന് മലക്കൾ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകും. ഏതിൽ നമ്മൾ പെടണം എന്ന് തീരുമാനിക്കലാണ് ഹൈസക്. ഇതിൽ രണ്ടാമത്തെ ഒരാളെ പോലെ ആകാൻ നാട്ടിലത്തെ എല്ലാവരും ഉണ്ടാകും. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പം പറയും, എന്തിനാണ് ഒരു ദിവസം മൊത്തം, എന്തിനാ മോളെ ഒരു ദിവസം മൊത്തം ദീന് കേൾക്കണ്, അതിന് മാത്രം എന്താ അവിടെ ഉള്ളത് എന്ന് പറയുമ്പം നമുക്കൊരൊറ്റ ഉത്തരേ ഉള്ളൂ, അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു ഈ ലോകത്തിലെ സന്തോഷവും പരലോകത്തെ സ്വർഗത്തിനും വേണ്ടി വിളിക്കുന്ന വിളിക്കുത്തരമേകാനാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു പോകണം. ക്ലാസ് പോലെ കേൾക്കരുത്, മറിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം, ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ 4-5 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് വേണ്ടി മുഅ്മിനുകളും മലക്കുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതിലൊന്നാമത്തേത്, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരമേകുന്നവരാകണം നമ്മൾ. ഒന്നാമത്തെ കേട്ടോ, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരമേകുന്നവരാകണം നമ്മൾ. എന്താണ് അള്ളാഹിൻ്റെ വിളിക്ക് ഉത്തരമേകുക എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം 5 നേരം അള്ളാഹ് നമ്മളെ വിളിക്കുന്നുണ്ട്. ഹയ്യ അലസ്വലാ ഹയ്യ അലൽ ഫലാ. ആ വിളിയുടെ അർത്ഥം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാം, എന്നാലും പറയാം. ഹയ്യ അലസ്വലാ, നമ്മളെ പേര് പറയാം, ഫാത്തിമ, ആയിഷ, മഹ്മൂദ്, മുഹമ്മദ്, എന്തോ ആയിക്കോട്ടെ, അള്ളാഹ് വിളിക്കാണ്. നമസ്കാരത്തിലേക്ക് വരുവിൻ, നിങ്ങൾ വിജയത്തിലേക്ക് വരുവിൻ എന്ന് പറഞ്ഞെന്താ അറിയോ? സ്വർഗത്തിലേക്ക് വരുവിൻ, അള്ളാനെ കണ്ടുമുട്ടാൻ വരുവിൻ, പ്രവാചകനെ നേരിട്ട് കാണാൻ കഴിയുന്ന സ്വർഗത്തിലേക്ക് വരുവിൻ, മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികളെ തിരിച്ചു കിട്ടുന്ന സുന്ദരമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ വരുവിൻ എന്ന് അള്ളാഹു നമ്മളെ 5 നേരം ഒരു ദിവസം വിളിക്കുകയാണ്. ആ വിളിക്ക് പടച്ചോന് ഉത്തരം നൽകി നമസ്കരിക്കാൻ വേണ്ടി പോകുന്നവരായി മാറണം നമ്മൾ. അവിടെ ശൈത്വാനും അവന്റെ കൂട്ടാളികളും എന്ത് പറയുന്നറിയോ? ശൈത്താൻ മനസ്സിൽ തോന്നിപ്പിക്കും. ശൈത്താന്റെ കൂട്ടാളികൾ ക്യാമ്പസിൽ നമ്മുടെ കൂട്ടുകാരുടെ രൂപത്തിൽ വന്ന് പറയും, ഇപ്പൊ തന്നെ നിസ്കാരം തുടങ്ങണ്ട, ഒരു ദിവസം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഒന്നും പറ്റൂല, ഈ ഇപ്പൊ തന്നെ നിസ്കരിക്കാൻ ഈ ആരാ ഖുർആന്റെ നടുക്കഷ്ണോ, ഈ ആരാണോ മുത്തഖിയോ, ഇതൊക്കെ നമ്മളോട് പറയും. ആ പറച്ചിൽ ഓരോന്ന് കേൾക്കുമ്പോഴും
നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ഇന്നും ആലോചിക്കാൻ, ഒരു പള്ളിയിൽ ഞാൻ ആൺകുട്ടിയോട് പറയാൻ, പള്ളിയിൽ ഒരു യുവാവ് അവൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ടൂർ പോവുകയാണ്. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവന് കൈ ഇങ്ങനെ കെട്ടുക നിസ്കരിക്കാൻ. അപ്പം അവന്റെ കൂട്ടുകാരൻ വന്നിട്ട് കെട്ടുന്ന കൈ ഇങ്ങനെ കെട്ടുമ്പോൾ അവന്റെ ഷർട്ടിന്റെ ബനിയന്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിക്കന്ന് ഇങ്ങനെ വലിച്ച് നേരെ വാർക്ക് കൊണ്ടുപോവുകയാണ്. ആ വലിച്ചവൻ തോന്നിവാസിയാണ്. ഓക്കെ, എന്നാൽ ആ കൈ കെട്ടാൻ വേണ്ടി നിന്ന് നമ്മുടെ കൂട്ടുകാരൻ വിളിക്കുമ്പം എടാ 5 മിനിറ്റ് ഞാൻ നിസ്കരിച്ചിട്ട് നിന്റെ കൂടെ വരും എന്ന് പറയാനുള്ള ഈമാനും തഖ്വയും നമുക്ക് ഉണ്ടാകണ്ടേ? കാരണം എന്തുകൊണ്ടാ അറിയാം മക്കളെ ഇത് പറയാൻ കാരണം, നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ് നമ്മൾ ബോധപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയാൽ പരലോകത്ത് വരാനുള്ളത്. നേർക്കുനേരെ പറയാട്ടോ, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വൈക്കോലും കാടിവെള്ളവും കൊടുത്തു വളർത്തുന്ന ഒരു പശു, ഒരു ആട്, അത് ചത്ത് വീഴുന്നത് പോലെ മുസ്ലിമായ നമ്മൾ നിസ്കാരം ഒഴിവാക്കിയാൽ ചത്ത് മലച്ച് വീഴും. അതിന്റെ അപ്പുറം ഒരു വിശദീകരണമല്ല. എന്റെ വീടിന്റെ മുകളിലൂടെ പറന്നു പോണൊരു കാക്ക, ക്രൗ, ആ കാക്ക ഇലക്ട്രിക് ഷോക്ക് കമ്പ് തട്ടിയിട്ട് താഴേക്ക് ചത്ത് വീഴുന്നത് പോലെയാണ് നിസ്കാരം. ടൂറിന്റെ പേരിലോ കലാമേളയുടെ പേരിലോ ഫുട്ബോളിന്റെ പേരിലോ കൂട്ടുകാരിയുടെ കല്യാണത്തിന്റെ പേരിലോ അതിന്റെ തലേ ദിവസത്തിന്റെ പേരിലോ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഫംഗ്ഷന് പോകേണ്ട പേരിലോ ഒരു വക്ത് നിസ്കാരം ഒഴിവാക്കിയാൽ നമ്മുടെ മരണം സംഭവിക്കുക. അങ്ങനെയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞറിയോ, പരലോകത്തെ നബിയും കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പോവുകയാണ്. വ്യത്യസ്ത രംഗങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതിലൊരു രംഗം മക്കളുടെ മനസ്സിൽ മറക്കരുത് കേട്ടോ. ആര് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ക്യാമ്പസിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോഴും വീട്ടിൽ നിസ്കരിക്കുമ്പോഴും ടൂർ പോകുമ്പോൾ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് ബിസ്മില്ലി മുൻ സീറ്റിൽ 2 കൈകളും ഇങ്ങനെ അടിച്ച് മുഖവും മുൻകൈകളും ഓരോ തവണ തടവി തയമ്മും ചെയ്ത് ഇരുന്ന് നിസ്കരിക്കുമ്പം കളിയാക്കുകയാണെങ്കിലും വേണ്ടാന്ന് പറയുകയാണെങ്കിലും ഇപ്പൊ തുടങ്ങണ്ടെന്ന് പറയുകയാണെങ്കിലും ഈ സംഭവം മനസ്സിന്ന് പോകരുത്. പ്രവാചകൻ കണ്ടൊരു കാഴ്ച എന്താ അറിയോ, ഒരു മനുഷ്യനെങ്ങനെ നിർത്തുക, അയാളുടെ തൊട്ടടുത്ത് മറ്റൊരു മനുഷ്യനുണ്ട്, അയാളുടെ കയ്യിൽ വലിയ പാറക്കഷ്ണുണ്ട്. ആ പാറക്കഷ്ണം കൊണ്ട് നിൽക്കുന്ന ആളുടെ തലക്ക് ആഞ്ഞടിക്കുക, തല പൊട്ടിപ്പിളരുക, രക്തം പുറത്തേക്ക് വരിക, ഇയാൾ വാവിട്ട് നിലവിളിക്കുക, വേദന കൊണ്ട് നിലവിളിക്കുന്നതിനിടയിൽ തല പൂർവ്വസ്ഥിതിയിലേക്കാവുക, വീണ്ടും അടിക്കുക. 1 മിനിറ്റിനുള്ളിൽ പല തവണ തല പൊട്ടി രക്തം പുറത്തേക്ക് വന്ന് ജീവിതത്തിലെ അങ്ങേയറ്റത്തെ ദീനരോധനം കൊണ്ട് കരയാ. പ്രവാചകന് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, മൻ ഹാദാ വമാ ഹാദാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, നരകശിക്ഷയ്ക്ക് മുമ്പായി ഇത്രയും ഭീകരമായ ശിക്ഷ കിട്ടാൻ മാത്രം ഇയാൾ എന്ത് തെറ്റാ ചെയ്തത്? അതിന് എന്താ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞ വാക്കെന്തറിയ മക്കളെ, ഇത് മനസ്സിന്ന് പോകരുത്. യുദിഉന സ്വലാ വയത്തബിഉനൽ ഹവാ. എന്നും നിസ്കാരം ഒഴിവാക്കണോരല്ല അവര്. യുദിഉന സ്വലാ വയത്തബിഉനൽ ഹവാ. ദേഹേച്ഛകൾ വരുമ്പം, ക്യാമ്പസിലെ പ്രോഗ്രാം വരുമ്പം, ചങ്ങാതിമാരുടെ കൂടെ ടൂർ പോകുമ്പം, സൽക്കാരങ്ങളും കല്യാണങ്ങളും വരുമ്പം, അത്തരം സമയങ്ങളിൽ അവർ നിസ്കാരം ഒഴിവാക്കണം. അപ്പോൾ അള്ളാനെ മറക്കും. അള്ളാന്റെ വിളി അവർ മറന്ന് ശൈത്താനെ പിൻപറ്റും. അതുകൊണ്ട് ഒന്നാമത്തെ തീരുമാനം ഞാൻ എൻ്റെ മക്കളോട് ഇഷ്ടം കൊണ്ട് പറയാൻ, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പോകാൻ നമ്മൾ തീരുമാനിക്കണം. ഈ ഹാളിന്റെ പുറത്തേക്ക് വന്നാൽ നിസ്കാരന്റെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് സുബഹി അടക്കം നിസ്കാരം എന്ത് വന്നാലും ഞാൻ ഒഴിവാക്കൂല. യാത്രയിലാണോ തയമ്മും ചെയ്ത് നിസ്കരിക്കണം. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം, ഒരു ഉപകാരം ഉണ്ടാകാൻ വേണ്ടി. നിങ്ങൾ യാത്ര പോകാൻ വുളുണ്ടാക്കാൻ വെള്ളമില്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? സോ നിങ്ങളെ ബിസ്മി ചൊല്ലാം. ശുദ്ധമായ പ്രതലം, മണ്ണ് വേണമെന്നില്ല, ശുദ്ധമായ പ്രതലം. സീറ്റിന്റെ പിൻഭാഗത്താകാം, ഇരിക്കണ സീറ്റാകാം, നമ്മൾ കൊണ്ടുപോയ ബാഗാകാം. ശുദ്ധമായൊരു സ്ഥലത്ത് ബിസ്മി ചൊല്ലുക. കൈകൾ 2 കൈകളും ഇങ്ങനെ അവിടെ ഇങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ അടിക്കണ രൂപം ഇങ്ങനെ വെക്കുക. എന്നിട്ട് മുഖം ഒരു തവണ തടവുക, മുൻകൈകൾ ഓരോ തവണ തടവുക. വുളു ആയി മാറി തയമ്മുമിന്റെ രൂപത്തിൽ. ഇരുന്നിട്ടാണോ ഇരുന്ന് നിസ്കരിക്കുക, നിന്നിട്ടാണോ നിന്നിട്ട് നിസ്കരിക്കുക, ഒന്നിനും കഴിയില്ല. നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണോ, മനസ്സിൽ നമ്മൾ ബിസ്മി ചൊല്ലി നമ്മുടെ ഹൃദയത്തിൽ നിസ്കാരം തുടങ്ങുക. കാരണം നമസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാമിൽ ഒരു അളവില്ല. ജംഉൻ കസുറാക്ക, പക്ഷെ ഒഴിവാക്കാൻ ഇസ്ലാമിൽ ഒരു വകുപ്പില്ല. ഒഴിവാക്കിയാൽ ഫഖദ് കഫറ. മദ്രസയിൽ പഠിച്ചിട്ടും ജുമഅക്ക് വന്നിട്ടും നമ്മൾ ഇതുപോലെ ഹൈസക്കിൽ പങ്കെടുത്തിട്ടും മുസ്ലിമായൊരു വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടായിട്ടും നമ്മൾ കാഫറായി മരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നാമത്തെ തീരുമാനം, നമസ്കാരം ഒരിക്കലും ഒഴിവാക്കൂല. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തേത് ഞാൻ
പെൺകുട്ടികളോട് ആൺകുട്ടിയോട് പറയണം, മക്കളെ, നിങ്ങളുടെ ജീവിതം ശൈത്വാന് നിങ്ങൾ എഴുതി കൊടുക്കരുത്. പടച്ചോൻ ഇഷ്ടല്ല രൂപത്തിലേ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ. ശൈത്താൻ എഴുതി കൊടുക്കരുത്. ഞാൻ എന്തുകൊണ്ട് പറയുന്നു മനസ്സിലാക്കാം. ഞാൻ ഇന്നും ആലോചിക്കുന്നു. നല്ല ഒരു ഖുത്ബ കഴിഞ്ഞ് പലരും വന്ന്, ഖുത്ബ കഴിഞ്ഞ് പല ആളുകളും വന്ന് സംസാരിക്കുന്നതിനിടയിൽ നല്ല ഒരു പിതാവ് വന്നിട്ട് പറഞ്ഞു, മൗലവി അല്പനേരം എനിക്കൊന്ന് സംസാരിക്കണം, ഞാൻ എൻ്റെ മക്കളോട് പറയട്ടെ, നിങ്ങൾ കേൾക്കണത്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ ഉപ്പ പള്ളിയുടെ സൈഡിലേക്ക് മാറ്റി, ആളുകളൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് പറഞ്ഞു, മൗലവി, ഞാൻ എൻ്റെ കുടുംബത്തെ അത്രയും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടാണ് കൊണ്ടുനടക്കുന്നത്. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ടൂർ പോകും, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ മകൾ ഇതാ മറ്റൊരു പുരുഷന്റെ കൂടെ മിനിയാന്ന് പിടിക്കപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറയാൻ, വാപ്പാ, ഞങ്ങൾ തമ്മിൽ 2-3 കൊല്ലത്തെ ബന്ധമുണ്ട്, നിങ്ങൾ ഞങ്ങളെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ ബന്ധവുമായിട്ട് തുടർന്നു പോകും. അതുകൊണ്ട് വെറുതെ അങ്ങാടിയിൽ പറഞ്ഞ് അപമാനപ്പെടുത്താൻ നിൽക്കണ്ട. ഞങ്ങളുടെ കല്യാണം നിങ്ങൾ പെട്ടെന്ന് നടത്തി തന്നാൽ സമാധാനത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വഷളാകും, നിങ്ങൾ അപമാനിതനാകും. ഞാൻ അത്ഭുതത്തോടുകൂടി ആ വാപ്പയെ ഞാൻ ആലോചിച്ചു. നല്ല ഉരുക്കുള്ള മനുഷ്യൻ, നല്ല ഹൈറ്റും. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ പകുതിയേ ഉള്ളൂ, അത്രയും കരുത്തുറ്റ മനുഷ്യൻ, ആരോഗ്യമുള്ള മനുഷ്യൻ. പക്ഷെ ഒരു കൊച്ചു കുട്ടിയെ പോലെ അദ്ദേഹത്തിന്റെ മകന്റെ പ്രായമുള്ള എന്നെ പിടിച്ച് അണച്ചു ചേർത്ത് വിതുമ്പിക്കരയാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ചോദ്യം, ഞാൻ എന്താ മൗലവി ചെയ്യുക? ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ ഇത്രയും കാലം എൻ്റെ മകളെ സ്നേഹിച്ചു പൊന്നുപോലെ വളർത്തിയിട്ട് അങ്ങാടിക്കാർ പിടിച്ചു കൊണ്ടുവരുന്നൊരവസ്ഥ ഉണ്ടാകാൻ മാത്രം എന്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറ്റിയത്? ഞാൻ എൻ്റെ മക്കളോട് പറയണം, മക്കളെ ശരിക്കും മനസ്സിലാകാൻ വേണ്ടി പറയണം, അള്ളാഹു ഒരു കാര്യം തെറ്റാന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അതിനു വേണ്ടി ന്യായീകരിച്ചാലും അത് ശരിയാവുകയുമില്ല, ആ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. നമ്മുടെ അങ്ങാടികളിൽ മുഴുവൻ നബിദിനാഘോഷം നടക്കല്ലേ? തൃശ്ശൂർ ജില്ലയിലെ ആയിരക്കണക്കിന് പള്ളികളിൽ ഇന്ന് പ്രവാചകന്റെ ജന്മദിനാഘോഷം നടത്തുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നടത്താത്തത്? അത് അല്ലാഹും റസൂലും പഠിപ്പിക്കാത്തതാണ്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഒരാൾ ബിദ്അത്ത് പുതിയതായിട്ടൊരു ആഘോഷം തുടങ്ങി, യറാഹ ഹസന, അത് നല്ലതാണ്, പുണ്യമാണ്, ദിക്റാണ്, ദുആയാണ് എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയാലും ഫഖദ് സഅമ അന്ന മുഹമ്മദ് ഖദ് ഖാന ഫീ റിസാലത്തിഹി, യഥാർത്ഥത്തിൽ അയാൾ വാദിക്കുന്നത് മുഹമ്മദ് നബി ഇസ്ലാം പൂർണ്ണമായും പഠിപ്പിച്ചു തരാതെ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയ വഞ്ചന കാണിച്ച നബിയാണ് എന്ന് പറയുന്നത് സമാനമാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങാടി മുഴുവൻ ചെയ്താലും നമ്മൾ ചെയ്യാതെ കിടന്നത്. കാരണം സത്യം കുറച്ചാണെങ്കിലും അവിടെ നിൽക്കണം. ഇത് തന്നെയാണ് അവിഹിത ബന്ധത്തിലും. ക്യാമ്പസ്, സിനിമ, ഷോർട്ട് ഫിലിം, ശൈത്താന് ഒക്കെ പറയും വിവാഹത്തിന്റെ മുമ്പുള്ള ബന്ധം കുഴപ്പമില്ല. അല്ലാഹ് പറയണം എന്തറിയോ? വിവാഹത്തിന് ശേഷം പ്രേമിക്കണം, വിവാഹത്തിന് ശേഷം ടൂർ പോകണം, വിവാഹത്തിന് ശേഷം നിങ്ങൾ ഒന്നിച്ച് ഹണിമൂൺ പോകണം, വിവാഹത്തിന് ശേഷം നിങ്ങൾ ശരീരങ്ങൾ പങ്കുവെക്കണം, വിവാഹത്തിന് ശേഷം നിങ്ങൾ ഒന്നിച്ചുറങ്ങണം, വിവാഹത്തിന് ശേഷം നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യണം. എന്നാൽ വിവാഹത്തിന്റെ മുമ്പ് ഇത് ചെയ്യരുത്. നാട്ടിലെല്ലാവരും പറയും ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ചെയ്യരുത്. അള്ളാഹുവിനെയാണ് സ്നേഹിക്കേണ്ടത്, അള്ളാഹിനെയാണ് സ്നേഹിക്കേണ്ടത്. പെൺകുട്ടികൾക്ക് ഒരു കാര്യം കൂടി ബോധ്യപ്പെടാൻ വേണ്ടി പറയാൻ, ഇഷ്ടത്തോടുകൂടി പറയാൻ, പെൺകുട്ടികളെ നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി പറയാൻ, ഒരു ആൺകുട്ടി നിങ്ങളുടെ ശരീരത്തിൽ തൊടണം എന്ന് വിചാരിക്കുന്നു, അയാൾ കൊടുക്കുന്നു, നിങ്ങളെ തൊടണം, നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കണം, നിങ്ങളുടെ ഔറത്തു കാണണം, നിങ്ങളുടെ അവന്റെ ബൈക്കിന്റെ പിന്നിൽ വെച്ച് പോകണം, ആരും അറിയാതെ നിങ്ങളോടൊപ്പം അല്പനേരം സുഖിക്കണം. ഞാൻ നേർക്കുനേരായിട്ട് പറയണത്, നേർക്കുനേരെ പറയുന്നു. എനിക്ക് പറയാൻ അധ്യാപകൻ എന്നുള്ള നിലയിൽ 8, 9, 10 ക്ലാസ്സുകളിൽ മാത്രം 1800 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കലാലയത്തിലെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അധ്യാപകനായി എനിക്ക് ഈ പറയുന്നതിൽ മുതിർന്നോൽക്ക് തോന്നും, എന്തിനാ ഷാഹിദ് മുസ്ലിം ഈ പ്രായത്തിലുള്ള കുട്ടികളോട് ഇങ്ങനെ പറയുന്നത്? ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു വാപ്പാരെ, ഇതിന്റെ മുകളിൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം നമ്മളെ മക്കൾക്ക്. കാരണം മക്കൾ എത്തിപ്പെട്ട സ്റ്റേജ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഒരു ആൺകുട്ടി നിങ്ങളുടെ ശരീരം പങ്കുവെക്കാനും, നിങ്ങളെ തൊടാനും, നിങ്ങളെ ഉമ്മ വെക്കാനും, നിങ്ങളുടെ നഗ്നത കാണുവാനും, നിങ്ങളെ തോന്നിവാസം ചെയ്യുവാനും ഒരു ആണ് കൊതിച്ചാൽ, കൊതിച്ചു എന്ന് വെക്കുക, ഞാൻ പെൺകുട്ടികളുടെ പറഞ്ഞു, കൊതിച്ചു എന്ന് വെക്കുക, അവൻ നിങ്ങളെ തൊടാൻ വന്നു, നിങ്ങളെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ അടിക്കും അല്ലെങ്കിൽ കൊതറിപ്പോവും.
അവൻ നിങ്ങളുടെ ശരീരം കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ വാപ്പാണ്ടും ആങ്ങളോടും പറയും, അവന് നന്നായി ശരീരം വേദനിക്കും. നിങ്ങളുടെ പിന്നിൽ അവൻ നടന്നു. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്താൽ, സ്കൂളിൽ കംപ്ലൈന്റ് ചെയ്താൽ അവൻ പിടിക്കപ്പെടും. ഒരു തോന്നിവാസവും അവന് സാധ്യമല്ല. ബുദ്ധിയുള്ള ഒരാണെന്താ ചെയ്യാറിയോ പെൺകുട്ടികളെ? അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ബുദ്ധിയുള്ള ഒരാണെന്താ അറിയോ? നിങ്ങളെ പ്രേമിക്കും, നിങ്ങളുടെ പിന്നാലെ വരും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, സ്നേഹത്തിന്റെ സ്മൈലികളിടും. അവസാനം ഏതെങ്കിലും 2-3 പെൺകുട്ടികളെ പറഞ്ഞയച്ച് നിങ്ങളെ അവൻ പ്രേമിക്കും. പ്രേമിച്ചു കഴിഞ്ഞാൽ ഇന്നലെ അവൻ തൊട്ടപ്പോൾ അടിച്ച നിങ്ങൾ വീണ്ടും തൊടാൻ വേണ്ടി ദേഹം കാണിച്ചു കൊടുക്കും. ഇന്നലെ അവനെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത നിങ്ങൾ ബാപ്പയെയും ഉമ്മയെയും വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച് വീടിന്റെ സൈഡിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുവരും. ഇന്നലെ വരെ വെറുപ്പാണ് അത്തരമൊരു കാര്യം ആലോചിക്കുന്നത് എന്ന് പോലും പറഞ്ഞ നിങ്ങൾ അവനവന്റെ വീട്ടിൽ വാതിലുകൾ കുറ്റിയിട്ട് ഫോണിലൂടെ വീഡിയോ കോളിലൂടെ തല പോലും മറക്കാതെ മറ്റൊരാളുടെ മുന്നിൽ ഔറത്ത് കാണിച്ചു നിൽക്കും. അഥവാ ഒരു ആണിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും പൂർത്തിയാക്കിയവൻ ഏതിലൂടെ? പ്രേമം എന്ന വഞ്ചനയിലൂടെ. അത് തിരിച്ചറിയാൻ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും +2-ലും ഡിഗ്രിക്കും MBBS-നും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, മുസ്ലിം വിദ്യാർത്ഥിക്ക്, ഈമാനും തഖ്വയും ബുദ്ധിയുമുള്ള ഒരു വിദ്യാർത്ഥിക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതല്ല പറഞ്ഞെന്നിട്ടും അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ദുരന്തമാണ് റെയിൽവേ ട്രാക്കിൽ കണ്ടത്. അതിന്റെ ദുരന്തമാണ് ആസിഡുകൾ മുഖത്തേക്കൊഴിച്ചത് കണ്ടത്. അതിന്റെ ദുരന്തമാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് കണ്ടത്. അതിന്റെ ദുരന്തമാണ് കഴുത്തിലൂടെ കഠാര കയറ്റി കണ്ടത്. അത് അല്ല പറഞ്ഞെന്നിട്ടും കേൾക്കാത്തതുകൊണ്ടാണ്. അല്ല പറഞ്ഞെന്നിട്ടും ചില കുട്ടികളെങ്കിലും മനസ്സിൽ തോന്നുന്നൊരു കാര്യം പറഞ്ഞ ആ വിഷയം ഞാൻ അവസാനിപ്പിക്കാൻ എനിക്ക് ബോധ്യപ്പെടുത്തണം. അത് മാത്രം ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് പറയാം. ചില ആൾക്കാർ ഇങ്ങനെ കരുതി, എന്താ മൗലവിയിൽ പ്രശ്നം, എന്താണ് പ്രശ്നം? ഞങ്ങൾ പരസ്പരം കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് കല്യാണം കഴിക്കുന്നതല്ലേ അറിയാതെ കല്യാണം കഴിക്കുന്നതിനേക്കാളും നല്ലത്? സിനിമയിൽ സീരിയലിൽ നിന്നൊക്കെ കിട്ടുന്ന ഡയലോഗാണ്. അപ്പൊ അതിനിങ്ങനെ പറയും മക്കള്, എന്ത് ഞങ്ങൾ പരസ്പരം കണ്ട് മനസ്സിലാക്കി. ശരി മക്കളെ, ഞാൻ ചോദിക്കാൻ, കണ്ട് മനസ്സിലാക്കി നിങ്ങൾ വിവാഹം കഴിക്കുക എന്നുള്ള വാചകമാണ് ഇതിൽ ഒന്നാമത്തെ തെറ്റ്. മനസ്സിലാക്കാൻ കഴിയില്ല. വിവാഹത്തിലൂടെയല്ലാതെ മനസ്സിലാക്കാൻ. അപ്പൊ ഇപ്പൊ കാണുന്നതോ അതിന്റെ ഉദാഹരണം പറയാം, മനസ്സിലാകുന്നതിന് വേണ്ടി പറയാം. പ്രേമിച്ച ആളുകൾക്കിടയിൽ സ്വാഭാവികമായൊരു സംസാരം ഉണ്ടല്ലോ, നിങ്ങൾക്കുള്ള ഇടയിലുള്ള ഒരു ടേം ഉണ്ടല്ലോ, എന്താണ് തേപ്പ് എന്നൊക്കെ അല്ലേ? എന്താ തേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാലോ, എന്നെക്കാളും അറിയാലോ. എന്താണ്? ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, ഞാൻ വിചാരിക്കാത്ത രൂപത്തിൽ അവൻ എന്നെ ഒഴിവാക്കി, അവൾ എന്നെ ഒഴിവാക്കി. അതെന്തേ? നിങ്ങൾ പ്രേമിക്കുമ്പം അയാൾ ഒഴിവാക്കും, നിങ്ങൾക്ക് എന്തേ മുന്നേ അറിയൂല. ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരിക്കെ മറ്റൊരാൾക്കുമായിട്ട് അവന് ബന്ധമുണ്ട്. അതെന്തേ? നിങ്ങൾ പരസ്പരം വെള്ളം കുടിക്കുമ്പോഴും വീഡിയോ ചാറ്റ് ചെയ്യുമ്പോഴും വേറൊരാളുമായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾക്ക് എന്തേ അറിയാഞ്ഞത്? അറിയൂല. കൃത്രിമത്വമാണ്. ഒന്നും വേണ്ട. പ്രേമിച്ചവരാണല്ലോ വെള്ളത്തിൽ ജ്യൂസിൽ സയനൈഡ് കൊടുത്തിട്ട് വിഷം കലർത്തിയിട്ട് തന്റെ കാമുകന് കൊടുത്തത്. 5-6 കൊല്ലം പ്രേമിച്ചവർ വിഷം കലർത്തിയ ജ്യൂസ് കൊടുക്കുമ്പം ഈ കൊടുക്കുന്ന ജ്യൂസിൽ വിഷമുണ്ട്, അത് കലക്കാൻ മാത്രം സ്വഭാവദൂഷ്യമുള്ളവളാണ് അവൾ എന്ന് 5 കൊല്ലം പ്രേമിച്ചിട്ട് എന്തേ അറിയാഞ്ഞത്? പ്രേമിച്ചിട്ടൊരു ചെറിയ വിഷയം ഉണ്ടായപ്പം അവനവൻ പഠിക്കുന്ന ക്യാമ്പസിലേക്ക് വന്ന് കഠാര കൊണ്ട് കഴുത്തിന് കുത്തുമ്പം ഇവന് ഇത്രയും 4 കൊല്ലം പ്രേമിച്ചപ്പം ഇങ്ങനെ ഒരു മൃഗീയ സ്വഭാവമുണ്ട് എന്ന് എന്തുകൊണ്ടാണ് 4 കൊല്ലം പ്രേമിച്ചപ്പോൾ അറിയാഞ്ഞത്? നടക്കുന്നതിനിടയിൽ ട്രെയിനിന്റെ മുന്നിലെത്തിയപ്പോൾ ഷോൾഡർ കൊണ്ട് തള്ളിയിട്ട് കാമുകിയെ കൊല്ലുമ്പം 6 കൊല്ലം പ്രേമിച്ചവരാണ്. 6 കൊല്ലം പ്രേമിച്ചപ്പോഴും ഇയാൾക്ക് കൊല്ലാൻ വാസനയുണ്ട് എന്നൊന്നുകൊണ്ട് അറിയാഞ്ഞത്? അള്ളാഹു പറഞ്ഞൊരു വിഷയത്തിനെ നമ്മുടെ നാവ് കൊണ്ട് ന്യായീകരിച്ച് നമ്മൾ തോന്നിയാസത്തേക്ക് പോയാൽ പടച്ചോൻ നമ്മളെ വെറുതെ വിടൂല. എന്താണ് നമ്മൾ തീരുമാനിക്കേണ്ടത് മക്കളെ? ഈ ഓഡിറ്റോറിയം കഴിഞ്ഞ് പോകുമ്പം ഒരു അവിഹിതമായ ബന്ധത്തിൽ ഞാൻ പെട്ടാൽ, നിങ്ങൾ പെട്ടാൽ, കണ്ണുകൊണ്ട് വ്യഭിചരിക്കേണ്ടി വരും. കണ്ണുകൊണ്ട് തെറ്റെയ്യേണ്ടി വരുന്നല്ല, കണ്ണുകൊണ്ട് വ്യഭിചരിക്കേണ്ടി വരും, കയ്യുകൊണ്ട് വ്യഭിചരിക്കേണ്ടി വരും, നാവോണ്ട് വ്യഭിചരിക്കേണ്ടി വരും, ഫോണോണ്ട് വ്യഭിചരിക്കേണ്ടി വരും, ബാപ്പാനെ ചതിക്കേണ്ടി വരും, ഉമ്മാനെ വഞ്ചിക്കേണ്ടി വരും, ആങ്ങളമാരോടും അധ്യാപകരോടും കളവ് പറയേണ്ടി വരും, ഖുർആനിന്റെ ആയത്തിനെ തള്ളേണ്ടി വരും, നബിയെ നമ്മൾ വലിച്ചെറിയേണ്ടി വരും, ദീനിനോട് പുച്ഛ മനോഭാവം ഉണ്ടാകേണ്ടി വരും. മിനിമം 12 തെറ്റുകളും അതിൽ 10ഓളം വ്യഭിചാര തെറ്റുകൾ ഉണ്ടെങ്കിലേ ഒരു അവിഹിത ബന്ധം നടക്കുള്ളൂ.
ആ തെറ്റ് ഹൈസക്കിൽ വന്ന കുട്ടിയാൾക്ക് ഉണ്ടാകരുത്. നിലവിലുണ്ടോ ഒഴിവാക്കണം. കുടിക്കണ ഒരാളോട് നിങ്ങൾ കുടി നിർത്തണം എന്ന് പറയുന്ന പോലെ നിസ്കരിക്കാത്തൊരു കുട്ടിയോട് നിസ്കാരം നിങ്ങൾ തുടങ്ങണമെന്ന് പറയുന്നത് പോലെ ഇതുവരെ നമ്മൾക്കറിവില്ലാത്തത് കൊണ്ട് ഒരു ബന്ധത്തിലുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണ്, വ്യഭിചാരമാണ്, ഉമ്മാനും ബാപ്പാനും ചതിക്കലാണ്, അള്ളാഹുവിന്റെ ധിക്കാരം കാണിക്കലാണ്. അതുകൊണ്ട് ഞാനില്ല എന്ന് തീരുമാനിക്കാൻ കഴിയണം. 2, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തേത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ എത്രയോ നല്ല കുട്ടികൾ പിന്നീട് ജീവിതത്തിൽ അവർ പിഴച്ചു പോയത് അവരുടെ കൂട്ടുകെട്ടുകൾ അവരെ ലഹരിയിലേക്ക് അറിയാതെ വലിച്ചു കൊണ്ടുവന്നപ്പോഴാണ്. ഞാൻ ആൺകുട്ടിയോട് ഇത് ഗൗരവത്തിൽ പറയാൻ, അറിയാതെ വലിച്ചു കൊണ്ടുവന്നപ്പോഴാണ്. 10ാം ക്ലാസ്സിലെ നല്ല മാർക്കോടുകൂടി ഫുൾ A+ഓടുകൂടി വിജയിച്ച ഒരു കുട്ടി +2 ഫുൾ A+ഓടുകൂടി വിജയിച്ച് നാടിന്റെ ആദരവും നാടിന്റെ അംഗീകാരവും വ്യത്യസ്ത മതവിഭാഗക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും ക്ലബിന്റെയും സമ്മാനങ്ങളും ഇതുപോലെ ഏറ്റുവാങ്ങി മന്ത്രിമാർ വരെ സമ്മാനം കൊടുത്തൊരു കുട്ടി കേരളത്തിന് പുറത്താണ്. അവൻ വിദേശ തുടർ പഠനത്തിന് വേണ്ടി കേരളത്തിന് പുറത്ത് ഏറ്റവും മികച്ച ക്യാമ്പസിലാണ് പഠിച്ചത്. 6-7 മാസങ്ങൾക്ക് ശേഷം അവിടെ നിന്നൊരു കോള് വന്നു. ആ കോള് രക്ഷിതാക്കളോട് ക്യാമ്പസിലേക്ക് വരാനാണ്. ആ രക്ഷിതാക്കൾക്ക് സന്തോഷമായി. കാരണം ഇത്രയും കാലം അവന്റെ വിഷയത്തിൽ ക്യാമ്പസിൽ നിന്ന് ഫോൺ വരുന്നത് എന്തെങ്കിലും ഒരു മത്സരത്തിൽ അവന് സമ്മാനം കിട്ടി, ആ ആദരവ് രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് നടത്തുമ്പം അതിന് സാക്ഷിയാകാനാണ്. മാറ്റിയൊരുങ്ങി പുതിയ വസ്ത്രം വാങ്ങി ട്രെയിനിൽ നിന്ന് നാട്ടിൽ നിന്ന് മകന്റെ ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റിന് സാക്ഷിയാകാൻ വേണ്ടി കൺകുളിർമയോടെ രക്ഷിതാക്കൾ അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയോ? സ്റ്റാഫ് റൂമിൽ അവനെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നടുവിലുണ്ട് കയ്യിൽ ചെറിയ 4-5 പൊതികളുമായിട്ട് കുറ്റവാളിയായി സ്റ്റാഫ് റൂമിൽ നിൽക്കുന്ന 10ാം ക്ലാസ്സിലും +2 മുഴുവൻ A+ വാങ്ങിയ ഇന്റലിജന്റായ കുട്ടി. രക്ഷിതാക്കൾക്ക് എന്താന്ന് മനസ്സിലായില്ല. അധ്യാപകർ കൊണ്ടുപോയിട്ട് സാവധാനം ഇരുത്തിയിട്ട് പറഞ്ഞു, ബേജാറാകരുത്, അവന് കൂട്ടുകെട്ടിൽ കൂടി ചെറിയ ഹാൻസുമ തുടങ്ങിയതാണ്, പാൻപരാഗുമ തുടങ്ങിയതാണ്. ഹാൻസും മധുവുമായി സ്റ്റിക്കറായി കൂളായി ഇന്ന് MDMA അവൻ ഉപയോഗിച്ച് ഇപ്പോൾ കൂട്ടുകാർക്ക് അവന്റെ റൂമിൽ നിന്ന് വിതരണം നടത്തിയതിന്റെ ഭാഗമായിട്ട് പിടിച്ചതാണ്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞെന്താ അറിയും? മക്കളെ, ചങ്ങാതിമാര് പറയും, എടാ ആണാണെങ്കിൽ കുറച്ചൊക്കെ ഉപയോഗിക്കണം, എടാ ഇതൊന്നും പ്രശ്നമല്ലടാ, വാസനിക്കാതെന്നാ മതി, ബിയർ പ്രശ്നമല്ല, കൂള് പ്രശ്നമല്ല, സ്റ്റിക്കർ പ്രശ്നമല്ല, ചുണ്ടുമ്മ തേക്കണ സാധനം പ്രശ്നമല്ല, എടാ അങ്ങനൊന്നുമില്ലെങ്കിൽ ലൈഫ് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. റസൂൽ എന്താ പറഞ്ഞറിയോ? നമുക്ക് അള്ളയും റസൂലും പറഞ്ഞതാണ് പ്രധാനം. നസഅല്ലാഹു മിൻഹു അൽ ഈമാൻ. നമ്മൾ ഏതെങ്കിലും ഒരു ലഹരിയെ വലിയായി, സ്റ്റിക്കറായി, പൊടിയായി, സിറിഞ്ചായി, പാനീയമായി ഏതെങ്കിലും ഒരു കല്യാണത്തിന്റെ തലേന്നോ ആഘോഷ ദിവസോ ഇവിടുന്ന് ഗോവയ്ക്ക് പോകുകയാണെന്നോ ഇവിടുന്ന് മൂന്നാർക്ക് പോകുകയാണെന്നോ ഊട്ടിക്ക് പോകുകയാണെന്നോ ഏതെങ്കിലും ചെങ്ങാതിമാരുടെ കൂടെ പോകുമ്പോൾ ഹരം കൊണ്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ വസ്ത്രം 5 കൊടുക്കകൾ ഊരിയിട്ട് ഈ വസ്ത്രം എത്ര പെട്ടെന്ന് ഊരി മാറ്റാൻ കഴിയുമോ അത്രയും ലളിതമായി അള്ളാഹു തന്ന ഇസ്ലാമിനെ അള്ള കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ആരറിയോ? മുസ്ലിം പേരുള്ള കാഫിറായ മനുഷ്യനാണ് ലഹരി തൊടുമ്പോഴേക്കും നമ്മുടെ ശരീരമാകുക. പെൺകുട്ടികളോട് ഏതെങ്കിലും സ്കൂളത്തെ പരിപാടിനെന്ന് വലിച്ചോക്കടി, അതൊന്നും കുഴപ്പമില്ല, പുതിയ സിനിമയിൽ അങ്ങനെ കൂളിംഗ് ഗ്ലാസും വെച്ച് പെൺകുട്ടിങ്ങനെ വലിക്കുക, റീൽസ് ആക്കുക, ഒരു സംഭവമാക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വെള്ളത്തിന്റെ ബിയറിന്റെ കുപ്പിന്റെ കുറച്ച് ഭാഗം എടുത്തതൊന്നുണ്ടെങ്കിൽ ലൈഫില്ല എന്ന് പറയുമ്പോൾ ആലോചിക്കുക, നമ്മളത് ചുണ്ടിൽ വെക്കുമ്പോഴേക്കും ഈമാനിൽ അള്ള കൊണ്ടുപോയി മുസ്ലിം പേരുള്ള കാഫിറാണ് നിൽക്കുന്നത്. അവിടെ എങ്ങാനും നമ്മൾക്ക് മരണം സംഭവിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദന യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മുഖത്തും പിൻഭാഗത്തും ശരീരത്തിലും അതിശക്തമായ അടികൾ കൊണ്ട് ദുനിയാവിനോട് അങ്ങേയറ്റം വേദനയോടുകൂടി കരഞ്ഞ് പരലോകത്തിന്റെ നരകം ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികളായി മാറും. മക്കളോട് പറയാൻ, പ്രിയപ്പെട്ട മക്കളെ, എത്ര അനുഭവങ്ങൾ. സ്വന്തം പിതാവിനെ പട്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്ന +2കാരൻ എന്തിനറിയോ? ചങ്ങാതിമാർ ലഹരിക്ക് ഉപയോഗിച്ചതാണ്. അവന് കിട്ടാതായപ്പം ബാപ്പാനോട് പൈസ ചോദിച്ചതാണ്, തെന്നില്ല ബാപ്പ. അവനെ വളർത്തിയ വാപ്പ, മദ്രസയിലേക്ക് കൈപിടിച്ച് അവനെ കൊണ്ടുപോയ വാപ്പ, ജീവിതത്തിന്റെ കഠിനാധ്വാനം ചെയ്ത് കട്ടപ്പാടും നൊമ്പരവും പട്ടിണി സഹിച്ച് അവനെ വളർത്തിയ വാപ്പാനെ അവന്റെ ചെറിയ ഒരു ലഹരിയുടെ ആഗ്രഹത്തിന് വേണ്ടി
പട്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. എങ്ങനെ ഉണ്ടായതറിയോ? ഞാൻ നാളെ മുതൽ ബാപ്പാനെ കൊല്ലും എന്ന് വിചാരിച്ച് തീരുമാനിച്ചോനല്ലവൻ. പിന്നെയോ എനിക്ക് പ്രത്യേകിച്ച് വലി കൊണ്ട് തുടങ്ങിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചോനാണ്. അവസാനം പൊടിയിലും ലഹരിയിലും സിറിഞ്ചിലും എത്തി ബാപ്പവന് വാപ്പല്ലാതായി. തഹജ്ജുദിൽ സുജൂദ് കിടക്കണ ഉമ്മയെ ചരവ കൊണ്ട് സുജൂദിൽ വെച്ചടിച്ചു കൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ കുട്ടിയെ പത്രത്തിൽ നമ്മൾ വായിച്ചു. കരഞ്ഞു കലങ്ങി അവന് കെട്ടിറങ്ങിയപ്പോഴേക്കും ഞാൻ എൻ്റെ ഉമ്മാനെ കൊന്നു. അവൻ തന്നാലെ കൊന്നതല്ല, ഉമ്മാനോട് അവന്റെ മനസ്സിൽ ഇഷ്ടമുണ്ടാകാത്തോണ്ടല്ല മക്കളെ, ഇഷ്ടമുണ്ടായിരുന്നു. അവൻ ഉമ്മ ജീവനായിരുന്നു. പക്ഷേ ലഹരി അവന്റെ ജീവിതത്തിൽ ഉമ്മയെ ഉമ്മയല്ലാതെയാക്കി മാറ്റി, ബാപ്പാനെ ബാപ്പയല്ലാതെയാക്കി മാറ്റി, ദീനിനെ ദീനല്ലാതെയാക്കി മാറ്റി, നമ്മളെ നമ്മളല്ലാതെയാക്കി മാറ്റി. സ്വർഗാവകാശിയായി അള്ളാഹു മുസ്ലിമാക്കി പടച്ച നമ്മളെ ശൈത്താന്റെ പിൻഗാമിയായി നരകാവകാശിയായി ലഹരി മാറ്റി. അതുകൊണ്ട് ഹൈസക്കിൽ പങ്കെടുത്ത എന്റെ നല്ലവരായ കുട്ടികൾ, എന്റെ പ്രിയപ്പെട്ട മക്കൾ, എന്റെ വിദ്യാർത്ഥികൾ, എന്റെ MSMന്റെയും സ്റ്റുഡൻസിന്റെയും മക്കൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇല്ല എന്ന് എനിക്കറിയാം, ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വെക്കാൻ വേണ്ടി പറയുമ്പം ബാപ്പാന്റെ മുഖോർമ്മ വരണം, ഉമ്മാന്റെ മുഖോർമ്മ വരണം. വാപ്പയെ തച്ചുകൊല്ലുന്ന ഒരു മകനായി, കയ്യാമം വെച്ച് ജയിലുകളിലൂടെ പോകുന്ന ഒരു കുട്ടിയായി ഞാൻ ഉണ്ടാകില്ല എന്ന് തീരുമാനിക്കണം. സ്വന്തം ഉമ്മയെ തോന്നിവാസം ചെയ്തതിന്റെ പേരിൽ അങ്ങാടിയിൽ ആളുകൾ കല്ലുകൂട്ടി വെച്ചെറിയുന്ന തോന്നിവാസിയായ മകനും മകളുമായി ഞാൻ മാറില്ല എന്ന് തീരുമാനിക്കണം. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീരുമാനിക്കണം മക്കളെ, നിസ്കാരം ഒഴിവാക്കൂല, അവിഹിത ബന്ധം ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി തുടരൂല, തൗബ ചെയ്ത് ഞാൻ മടങ്ങാണ്. മൂന്നാമത്തേത്, ലഹരിയുമായുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഇല്ല എന്ന് തീരുമാനിക്കാൻ കഴിയണം. നാലാമത്തേത്, ഏറ്റവും അവസാനമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട നാലാമത്തെ തീരുമാനം, ഹറാമായ കാര്യം, പടച്ചവൻ നമ്മൾക്ക് നിഷേധിച്ച ഹറാമായ കാര്യത്തെ നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി ഒരിക്കലും കൊണ്ടുവരരുത്. നമുക്ക് സ്വർഗം നരകം കിട്ടുന്ന ആളാണോ എന്ന് നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ അറിയാൻ ഒറ്റ മാർഗമുണ്ട്. എന്താ മാർഗം? ഈ നൃത്തത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തത്തിൽ നമ്മൾ സ്വർഗത്തിന്റെ വഴിയിലാണോ നരകത്തിന്റെ വഴിയിലാണോ എന്ന് നമ്മൾക്ക് സ്വയം അറിയാൻ എന്താ മാർഗം? ഒരു കാര്യം ഇങ്ങനെ ഭാവനയിൽ കാണുക. നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ട് വെക്കുമ്പോൾ ഈ ഓഡിറ്റോറിയം താഴേക്ക് ഇങ്ങനെ ടങ് നിറഞ്ഞു വീണു. ചൂരൽമലയിൽ മല പൊട്ടിത്തെറിച്ച് വെള്ളത്തിന്റെ കൂടെ മണ്ണൊലിച്ചു വന്ന് സമപ്രായക്കാരായ നമ്മുടെ മക്കളടക്കമാണ് 500-ലധികം മരിച്ചത്. മുതിർന്നവര് മാത്രമല്ല, നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ എന്റെ നാട്ടിലാണ്. നിലമ്പൂര് പോത്തുകൽ എന്റെ നാട്ടിലാണ്. പകുതി മുഖമുള്ള, 2 കൈയിന് പകരം 1 കൈ മാത്രമുള്ള, 1 ചെവി മാത്രമുള്ള എത്രയോ മയ്യത്തുകളെ കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിലാണ്. അങ്ങനെ ഒരു സംഭവം നമ്മൾക്കുണ്ടായാൽ, ഓഡിറ്റോറിയം അതുപോലെ താഴേക്ക് വീണാൽ, നമ്മുടെ ഫോണിൽ, നമ്മുടെ ലാപ്ടോപ്പിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ പടച്ചവൻ നിരോധിച്ച തോന്നിവാസം എന്റെ ഫോണിലോ എന്റെ ലാപ്പിലോ എന്റെ റൂമിലോ ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞാൽ, തൗഹീദും നമസ്കാരവും ബാപ്പാന്റെയും ബാന്റെയും തൃപ്തിയും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ് നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടാകും. അല്ല, തൗഹീദുണ്ട്, നിസ്കാരമുണ്ട്, പക്ഷേ ബാപ്പാന്റെയും ഉമ്മാന്റെയും മുന്നിലുള്ള നമ്മളല്ല നമ്മുടെ റൂമിലെങ്കിൽ, അധ്യാപകരുടെ മുന്നിലുള്ള നമ്മളല്ല നമ്മുടെ റൂമിലെങ്കിൽ, മഹല്ലിലുള്ള ബാക്കിയുള്ളവരുടെ മുന്നിലുള്ള നമ്മളല്ല നമ്മുടെ ഫോണിന്റെ ഉള്ളിലുള്ളതെങ്കിൽ, പ്രവാചകന്റെ വാക്കെന്തറിയോ? ഇന്ന അബ്അദല്ലാഹി ഇൻദല്ലാഹ്, ഇന്ന അബ്അദന്നാസി ഇൻദല്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ പടച്ചവൻ പരലോകത്ത് ഏറ്റവും അകറ്റുക, ഇറങ്ങിപ്പോടാന്ന് പറയുക, ദിൽ വജ്ഹൈൻ, 2 മുഖമുള്ളവരെയാണ്. എന്താ 2 മുഖം മക്കളെ? എന്താ 2 മുഖം? പള്ളിന്റെ ഉള്ളിൽ ഒരു മുഖം, പള്ളിന്റെ ഉള്ളിലൊരു മുഖം. പള്ളിയിലേക്ക് ഞാൻ കയറുമ്പോൾ ഫോൺ സൈലന്റ് ആക്കി എയറോപ്ലെയിൻ മോഡിലിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് നിസ്കരിക്കുന്നു. പള്ളിയുടെ പുറത്തേക്കെത്തി എന്റെ 4 കൂട്ടുകാരെ കാണുമ്പോൾ അതേ ഫോൺ ഓണാക്കി അതിന്റെ ഫോൾഡറിൽ പരിപൂർണ നഗ്നയായ സ്ത്രീയുടെയും പുരുഷന്റെയും പോൺ വീഡിയോ കാണുന്നു. പള്ളിയിലൊരു മുഖം, എന്റെ കൂട്ടുകാരുടെ മുന്നിൽ ഒരു മുഖം. പെൺകുട്ടികളെ, നിങ്ങൾ ഇസ്ലാമികമായി ഹൈസക്കുകൾക്കും സമ്മേളനങ്ങൾക്കും പള്ളികളിലും ഇസ്ലാമികമായ ഹിജാബ് ധരിച്ച് നല്ല ദീനിയായ കുട്ടികളായി മാറുന്നു. നിങ്ങളുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിനോ
സൽക്കാരത്തിനോ കലാലയത്തിന് ടൂറിലോ പോകുമ്പോ നിങ്ങളുടെ ബാഗിൽ വീട്ടിൽ നിന്നിറങ്ങിയ വസ്ത്രം മാറാൻ മറ്റൊരു വസ്ത്രം വെക്കുക. എന്നിട്ട് നിങ്ങൾ തലമറച്ച അതേ വസ്ത്രം മാറ്റി തലയുടെ പകുതി വരെ ഷാളെത്തുന്ന ഒരു വസ്ത്രമായി മാതാപിതാക്കൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റൊരു വേഷവിധാനമായി, മറ്റൊരു മുഖമായി ടൂറിൽ നിങ്ങൾ മാറുക. രണ്ട് മുഖമാണ്. ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ നിങ്ങളുടെ മുന്നിൽ ദീന് പറഞ്ഞ് എന്റെ രഹസ്യ ജീവിതത്തിലേക്ക് പോകുമ്പോ ഞാൻ തോന്നിവാസിയായി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മോട് പറഞ്ഞ വാക്കെന്താ അറിയോ? യൗമ തുബ്ല സറായിർ. മനസ്സൊന്ന് പോകരുത് കേട്ടോ. യൗമ തുബ്ല സറായിർ, മുഴുവൻ രഹസ്യങ്ങളും നാളെ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും. എന്നിട്ട് വലിയ സ്ക്രീന് പോലെ, ഇതേപോലല്ലേ വലിയ സ്ക്രീനിൽ നമ്മുടെ മുന്നിൽ ഇതുപോലെ നിർത്തും. എന്നിട്ട് നട്ടപ്പാതിരക്ക് നമ്മൾ കണ്ടത്, കേട്ടത്, വീഡിയോ കോൾ വഴി നമ്മൾ ചെയ്തത്, ആരാരും അറിയാതെ ഗൂഗിളിന്റെയും ടോറന്റിന്റെയും സെർച്ച് ഹിസ്റ്ററികളിൽ നമ്മൾ പോയി ടൈപ്പ് ചെയ്തത്, അധ്യാപകരും രക്ഷിതാക്കളും വരുന്നതിന്റെ മുമ്പ് ക്ലിയർ ഹിസ്റ്ററി അടിച്ച് നമ്മൾ ഡിലീറ്റ് ചെയ്തത്, ആരും കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫോൾഡറിൽ ലോക്കിട്ട് സൂക്ഷിച്ചത്, ആരും തുറക്കാതിരിക്കാൻ വേണ്ടി പാസ്വേഡ് ഇട്ട് മൂടിയത്, ആരെങ്കിലും വരുന്നത് അറിയാൻ വേണ്ടി വാതിലുകൾ കുറ്റിയിടുമ്പോഴും കർട്ടൻ താഴ്ത്തിയിടുമ്പോഴും ഏതെങ്കിലും ഒരു സുശരത്തിലൂടെ വാതിലുകളിലൂടെ നമ്മൾ വരുന്നുണ്ടോ എന്നറിയാൻ സംവിധാനം ഒരുക്കിയത്, എല്ലാം വെച്ച് നമ്മൾ കണ്ട സകല തോന്നിയാസം ഉണ്ടല്ലോ. നമ്മൾ ടൂർ പോകുമ്പോൾ ധരിച്ചതും അവിടെ വെച്ച് ചെയ്തതും, ബസിന്റെ ബാക്കിൽ വെച്ച് ചെയ്തതും, ഗ്രൗണ്ടിന്റെ മൂലയിൽ വെച്ച് ചെയ്തതും, കൂട്ടുകാരിയുടെ കൂട്ടത്തിൽ പോയി അവളുടെ വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ വാതിൽ കുറ്റിയിട്ട് ചെയ്തതും അള്ളാഹു പബ്ലിക്കായി വീഡിയോ ഓഡിയോ സഹിതം അള്ളാഹു നമ്മളെ നിർത്തി ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും. അതിൽ വാപ്പ കാണും, ഉമ്മ കാണും, നമ്മളുടെ അനിയന്മാര് കാണും, നമ്മുടെ നാട്ടിലുള്ള നമ്മളെ ആദരിച്ചവർ മുഴുവൻ കാണും. എന്നിട്ട് പറഞ്ഞു കൊടുക്കും അല്ലാഹ്, ഇതായിരുന്നു നിങ്ങൾ ഇതുവരെ സ്നേഹിച്ച ഇന്നാലിന്ന സഹോദരി. നമ്മളെ പേരായിരിക്കും പറയാ. നമ്മളുടെ രഹസ്യം അല്ലാഹ് കാണിച്ചു കൊടുക്കും. എന്താണ് സഹോദരങ്ങളെ? തീരുമാനിക്കുക. കുറച്ച് റിസ്കാണ്. ആ റിസ്കിനാണ് സ്വർഗം. കുറച്ച് റിസ്കാണ്. എന്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വെക്ക മക്കളെ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തോന്നിവാസത്തിന്റെ ലിങ്ക് വരുന്നുണ്ടെങ്കിൽ, പിക്ചർ വരുന്നുണ്ടെങ്കിൽ, വീഡിയോ വരുന്നുണ്ടെങ്കിൽ, രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്ന്, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ആ തോന്നിവാസം നമ്മൾ കാണുക, നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ആ പിക്ചറും ആ ലിങ്കും ആസ്വദിച്ച്, ഗൗരവത്തിൽ പറയട്ടോ, ആസ്വദിച്ച് തോന്നിവാസം കണ്ടിട്ട് അതിനനുസരിച്ച് ശരീരത്തിൽ തോന്നിയാസം പ്രവർത്തിക്കുക. ഇതാണ് എന്റെ ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തേത്, കാണണം എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ പ്രായം അതിന് കൊതിക്കുന്നുണ്ട്, ഞാനൊരു പുരുഷനാണ്, സ്ത്രീയാണ്, എന്റെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ അത് കാണുന്നുണ്ട്, എനിക്കറിയാം, പക്ഷേ അല്ല പറഞ്ഞിട്ടുണ്ട് കാണരുത്. നല്ലൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് കിട്ടും, നല്ലൊരു സ്വർഗം നിങ്ങൾക്ക് കിട്ടും. അള്ളാഹുവിനെ കാണാനും പ്രവാചകനെ കാണാനും ആ കണ്ണുകൊണ്ട് കഴിയണമെങ്കിൽ ആ കണ്ണുകൊണ്ട് നഗ്നത കാണരുതെന്ന് അല്ല പറഞ്ഞതാണ്. ആഗ്രഹിച്ചിട്ടും കൊതിച്ചിട്ടും വീട്ടിൽ ആരുമില്ലാതിരുന്നിട്ടും കാണാനുള്ള മുഴുവൻ സൗകര്യമുണ്ടായിട്ടും രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളെ ഡിലീറ്റ് ആക്കി, നിങ്ങൾ അല്ലാഹുവിനോട് പടച്ചോനെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. തൃശൂരിൽ ജീവിച്ചു കൊണ്ടിരിക്കെ 17ാമത്തെ വയസ്സിൽ 18ാമത്തെ വയസ്സിൽ സ്വർഗവാസികളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേര് അല്ലാഹു എഴുതി വെക്കും. ആഗ്രഹം ഉണ്ടായിട്ട് പടച്ചോൻ ഇഷ്ടല്ല എന്നറിഞ്ഞൊഴിവാക്കിയവന് അല്ലാഹു മറ്റൊരായത്തിൽ ജന്നത്താനി 2 സ്വർഗ്ഗം എഴുതി വെക്കും. അത് ഹൈസക്കിൽ പങ്കെടുത്ത നിങ്ങളാകണം, അത് സംസാരിച്ച ഞാനും ആകണം. തോന്നിയാസം ഉണ്ടായിരുന്നു മക്കളെ. ബാപ്പാനിമാനെയൊക്കെ പറ്റിക്ക, ആരും പറ്റിക്ക. കല്യാണത്തിന് മുമ്പ് അമ്മ വയറുവേദന ഓലെ പറഞ്ഞേക്ക, അതൊക്കെ ദുനിയാവിൽ പുതിയ ഐഡിയ ഒന്നല്ല. എല്ലാവർക്കും ഒരു ഐഡിയ ആണ്. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, ഞായറാഴ്ച പോയാണ്ട് കണക്കുമ്മ എനിക്ക് അല്ലെങ്കിൽ തന്നെ കണക്കിന് മാർക്ക് കുറവല്ലേ, അന്ന് മാഷ് പ്രത്യേകം സ്പെഷ്യൽ വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോവുക, വേറെ ആളെ ബൈക്കിന്റെ ബാക്കിൽ പോവുക, ഇങ്ങോട്ട് കൂട്ടുകാരത്തിനെ കൊണ്ട് വീട്ടിൽ വിളിപ്പിക്കുക, റംസീനെ പോന്നിട്ടില്ലേ, കാറ്റ്സിന്റെ ക്ലാസ് ഉണ്ടേനി. ഇതൊക്കെ ദുനിയാവിൽ പുതിയ ഐഡിയ ഒന്നല്ല, ലോകത്ത് പണ്ടേ ഐഡിയ ആണ്. ഇതൊക്കെ അള്ളാഹ്ക്കും അറിയാം, പടച്ചോനും അറിയാം. പക്ഷെ അള്ളാഹു ഒരു കാര്യം നമ്മളോട് പറഞ്ഞിക്കണ്. എന്താ പറഞ്ഞറിയോ? യസ്തഖ്ഫൂന മിനന്നാസ്. വാചകേ, നമ്മളോട് നേർക്ക് നേരല്ല സംസാരിക്കാൻ. യസ്തഖ്ഫൂന മിനന്നാസ്,
ജനങ്ങൾ കാണാതിരിക്കാനുള്ള മുഴുവൻ ഐഡിയകളും നിങ്ങൾ എടുത്തോളൂ. കുറ്റിട്ട് പുതപ്പ് മൂടി ഹെഡ്സെറ്റ് വെച്ച് ആരും കാണാതെ ഉറപ്പിച്ചോളൂ. 2 കൂട്ടുകാരികൾ അവിടെ ഇവിടെയും വെച്ചാണ്ട് ആരും മാഷന്മാരോ വാപ്പാരോ വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ തരാൻ വേണ്ടി പറഞ്ഞോളൂ. ഫോൺ വിളിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കോഡ് ഭാഷയിൽ സംസാരിച്ചോളൂ. വാപ്പിമ്മയും പിടിക്കാതെക്കാൻ എല്ലാം പറയാൻ എല്ലാ ഐഡിയങ്ങളും എടുത്തോളൂ. ഒരു പ്രശ്നമില്ല. പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീട്ടിൽ പോയിട്ട് മുകളിൽ പോയിട്ട് തോന്നിയാസം കണ്ടോളൂ. ടൂറാന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും AC റൂം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിയർ അടിച്ചാണ്ട് തോന്നിയാസം കണ്ടോളൂ. ഏതെങ്കിലും ചെങ്ങാതിമാരുടെ കൂടെ കൂടിയിട്ട് 17ാമത്തെ വയസ്സിൽ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് പോയി വ്യഭിചരിച്ചോളൂ. അതിന് അതറിയാതിരിക്കാൻ എല്ലാ മാർഗവും സ്വീകരിച്ചോളൂ. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിനെ മറച്ചു വെക്കാൻ കടിയില കൂട്ടരെ. ഞാൻ ഇത് തുറക്കുമ്പോഴേക്കും അള്ളാഹു കാണുന്നുണ്ട്. ഞാൻ തുടക്കുമ്പോഴേക്കും അള്ളത് കാണുന്നുണ്ട്. കുറ്റിയിടുമ്പോഴേക്കും അള്ളാഹുവിന് വാതിൽ കുറ്റി പ്രശ്നമല്ല. കർട്ടൻ താഴ്ത്തിടുമ്പം അള്ളാഹുവിന് കർട്ടൻ പ്രശ്നമല്ല. ലോക്കുകൾ പടച്ചോന് പ്രശ്നമല്ല. പാസ്വേഡ് പടച്ചോന് പ്രശ്നമല്ല. ഡിലീറ്റ് ക്ലിയർ ഹിസ്റ്ററി പടച്ചോന് പ്രശ്നമല്ല. ബാപ്പാനിമ്മാനും പറഞ്ഞേച്ചാലും അള്ളാഹു വല്ലാഹു സാലിസുഹുമാ, അള്ളാഹു മൂന്നാമതായിട്ട് നമ്മുടെ കൂടെയുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ പടച്ചോരിഷ്ടല്ലാത്തത് ഇല്ല എന്ന് തീരുമാനിക്കാൻ ഹൈസക്കൾ കൊണ്ട് കഴിയണം. നിങ്ങൾ നല്ല കുട്ടികളാണ്, തൗഹീദുള്ളവരാണ്, മുവഹിദുകളാണ്, ഹറാമുകൾ ഒഴിവാക്കുന്നവരാണ്. നാട് മുഴുവനും ബിദ്അത്ത് ചെയ്യുമ്പോൾ സുന്നത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നവരാണ്. വേഷവിധാനത്തിലും നമസ്കാരത്തിലും ഹറാം ഒഴിവാക്കുന്നതിലും മാതൃകയുള്ള സ്വർഗാവകാശികളായ നബിക്കിഷ്ടപ്പെട്ട അല്ലാഹുവിനിഷ്ടപ്പെട്ട നല്ല മക്കളായി മാറുവാൻ ധീരമായ പ്രതിജ്ഞയെടുത്ത് ഈ ഹൈസക്ക് കൊണ്ട് സ്വർഗത്തിന്റെ വഴിയിലേക്ക് നടന്നു നീങ്ങുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹു ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.